എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇളങ്കോ റാമിൻ്റെ സംവിധാനത്തിൽ വന്ന പെരുസ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ അതായത് വൈഭവും സുനിലും ഏട്ടനും അനിയന്മാരുമായിട്ട് വരുന്നു. അപ്പോൾ അവർക്കൊരു പ്രായമായിട്ടുള്ള ഒരു അച്ഛനുണ്ട്. ഈ അച്ഛൻ വന്നിട്ട് ഒരു സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ വന്നിട്ട് തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വളരെ പ്രായമായ ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് വന്നിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ അവരത് ചടങ്ങുകൾ നടത്തും. അപ്പോൾ ഈ ചടങ്ങുകൾ വന്നിട്ട് അതായത് സ്വന്തക്കാരും അടുത്തുള്ളവരും അറിഞ്ഞവരും അറിയാത്തവരും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവർക്ക് വന്നിട്ട് ഈ ചടങ്ങ് വന്ന് നടത്താൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ അച്ഛൻ മരിക്കുന്നത് വന്നിട്ട് ഒരു പപ്പി ഷെയിം സാഹചര്യത്തിലാണ് മരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വന്തക്കാരെയൊക്കെ വിളിക്കണം, നാട്ടുകാരെ വിളിക്കണം, അങ്ങനെ വിളിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്യും. അപ്പോൾ ഈ പപ്പി ഷെയിം സംഭവം കാരണം ഇത് നാട്ടുകാരെ അറിയാണ്ട് ഈ ശവസംസ്കാര ചടങ്ങ് നടത്തണം എന്നുള്ളൊരു രീതിയിൽ ഇവർ കൊണ്ടുപോകുന്നു. പക്ഷേ ആ മരണവാർത്ത ചെറുതായിട്ട് ലീക്കായി അത് നാട്ടുകാർക്ക് മൊത്തം അറിയുന്നു. അങ്ങനെ നാട്ടുകാർ മൊത്തം ഇവിടെ വരുന്നു. അപ്പോൾ ഈ പപ്പി ഷെയിം സംഭവം എന്താ പുറത്തായോ അതോ ഇവരത് മറച്ചോ, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു എന്നൊക്കെയുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു കഥ. ഇത് ശരിക്കും ഒരു അഡൽട്ട് കോമഡി മൂവിയാണ്. ഇതൊരു ശ്രീലങ്കൻ മൂവിയുടെ ഡപ്പിംഗ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിക്കും ഈ അഡൽട്ട് കോമഡി മൂവികൾ വരുന്ന സാഹചര്യത്തിൽ വന്നിട്ട് ഒരുപാട് കണ്ടൻറ്റുകൾ കൊടുക്കും. അതൊന്നും ഈ പടത്തിൽ വർക്കൗട്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്, കുറേ സ്ഥലങ്ങളിൽ ആകാണ്ടും പോയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു ഷോർട്ട് ഫിലിമിനുള്ള കണ്ടൻറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഈ പടം വന്നിട്ട് കുറച്ച് വലിഞ്ഞു പോകുന്ന പോലെ നമുക്ക് തോന്നും. അതേപോലെ കഥയിൽ ഒരുപാട് ക്യാരക്ടറുകൾ വരുന്നു പോകുന്നു ഒക്കെ ഉണ്ട്. പക്ഷേ ഒന്നും കണക്റ്റ് ആകുന്നില്ല. ആ സ്റ്റോറി വന്നിട്ട് അവിടെ തന്നെ ഉണ്ട്. ഇത് ശരിക്കും എന്താ പറയുക, ഒരു ഡാർക്ക് കോമഡി ഒന്നും അങ്ങനെ വർക്കൗട്ടായിട്ടില്ല. അതേപോലെ എന്താ പറയുക, അഡൽട്ട് കോമഡി ഈ സിനിമയാണെന്ന് വിചാരിച്ചിട്ട് ഒരു വിഭാഗത്തിന് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അവർക്കും വേണ്ടിയിട്ട് വിഷ്വലായിട്ടോ അതായത് വലിയ ഡയലോഗുകളായിട്ടോ അങ്ങനെയൊന്നും ഇല്ല. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒരു ചെറിയ ബിന്ദുവിൽ തുടങ്ങിയ ഈ സിനിമ അത്രയും ലെങ്തായി എടുത്തത് ഒരു എന്താ പറയുക, അഭിനന്ദിക്കേണ്ട ഒരിത് തന്നെയാണ്. പക്ഷേ നമ്മളത് സിനിമയായിട്ട് കാണുമ്പം നമുക്കതിലൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതായത് എന്താണെന്ന് വെച്ചാൽ വിഷ്വലായാലും സ്റ്റോറി ആയാലും ഒന്നും വന്നിട്ട് അത്രയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ശരി എന്നാൽ ബൈ.